മാഡം എനിക്ക് അച്ഛൻ്റെ ഡിസ്ചാർജ് സമ്മറി ഒന്ന് കാണാൻ പറ്റുമോ? ആ പിന്നെന്താ. താങ്ക് യു. മേഡം ഒരു സെക്കൻഡ് ഒന്നെങ്കിൽ വന്നേ. ഒരു 1 മിനിറ്റ്. സകല പ്രശ്നമുണ്ടല്ലോ. ഹാർട്ടിനൊക്കെ കുഴപ്പമുണ്ടല്ലേ? ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ ട്രെയിൻഡ് ആയിട്ട് ഒരാളെ വെച്ചത്. ശരിയാ. നല്ല ശ്രദ്ധ ഉണ്ടാവണം. ആ അതൊക്കെ അതും ഉണ്ടാവും. എനിക്ക് പറ്റുന്ന രീതിയിൽ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇല്ലില്ല, സെറ്റപ്പ് ഒക്കെ ഉഗ്രനാ, ഞാൻ പറഞ്ഞാണല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും സന്തോഷമായിട്ട് തുടങ്ങിക്കോ. ശരി, താങ്ക് യു മേഡം. നോക്കിയും കണ്ടൊക്കെ നിൽക്കണേ മക്കളെ, അറവീടന്മാരാ. അച്ഛാ, അപ്പൊ ഇനി നമ്മൾ തമ്മിലാ കമ്പനി. എൻ്റെ പേര് ബൽത്താസർ. എന്നെ കൊണ്ട് അച്ചായനെ എത്ര സൂചിപ്പിക്കാൻ പറ്റുമോ അത്ര ഞാൻ സൂചിപ്പിച്ചിരിക്കും. ആദ്യമേ അച്ഛൻ മിനുക്കി മിടുക്കം മുട്ടപ്പനാക്കും. അത് കഴിഞ്ഞാൽ ചെറിയ ചൂടുള്ള വെള്ളത്തിലൊരു കുളി, പിന്നെ ഭക്ഷണം കഴിക്കും നമ്മൾ, പിന്നെ അങ്ങോട്ടൊരൊറ്റ ഉറക്കുക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ എന്താ വരുന്നത്? എങ്ങനെയുണ്ട് ചേ? ഷേവ് കൊള്ളാവോ? ഓക്കെ, അത് കണ്ടാൽ മതി എനിക്ക്. വേണ്ട, കൊണ്ടുവയ്ക്കോ.
സ്ഥലം ബാങ്ക് വെച്ചിട്ട് സാറേ കഴിഞ്ഞൊരു ലോൺ എടുത്ത് ഒരു മാസത്തിൻ്റെ കാര്യം ഉണ്ടാകത്തുള്ളൂ. അതെല്ലാം നടക്കല്ലേ. ഒന്നുമില്ല. ശരി എന്നാ. ശരി. ഒന്നുമില്ല. എന്താ കാര്യം? ഒന്നുമില്ലെന്നേ. ഏയ് എന്നോട് കള്ളം പറയണ്ട. ജിജിയായിട്ട് വഴക്കിട്ടോ? ഒന്നുമില്ല. നമ്മുടെ കാര്യം അറിഞ്ഞോ ആരെങ്കിലും? ഇല്ല ഇല്ല. ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നെ കാശിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ഞാനും ജോബിഷും കൂടെ ഒരു പ്ലാൻ ഇട്ടായിരുന്നു. എൻ്റെ ചേട്ടനൊരു 3-4 കൊല്ലം കൂടി ഗൾഫിൽ നിന്ന് വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് സ്വർണം കൊണ്ടുവരാനുള്ളൊരു പരിപാടി. എയർപോർട്ടിൽ നിന്ന് കടന്നു പോന്നു. പക്ഷെ വഴി വെച്ച് സ്ക്വാഡ് പൊക്കി. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോയത്? ഞാൻ ഇസ്രായേലിൽ പോകാൻ കുറച്ച് പൈസ പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. പലരെയും വിളിച്ചു നോക്കുന്നുണ്ട്. 4-5 ലക്ഷം രൂപ വേണം ചേട്ടനെ ഇപ്പം ഇറക്കാൻ. വ്യക്തമായിട്ട് പറ, 4 ആണോ 5 ആണോ? 4 ലക്ഷം രൂപ എൻ്റെ ഫൈൻ. പിന്നെ ഈ കിമ്പിളും എല്ലാം കൂടെ ഒരു 1 രൂപ വരുമായിരിക്കും. ഇത്രയും പൈസ ഞാൻ എവിടെ പോയി ഉണ്ടാക്കുന്നു. രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാ. തൽക്കാലം ബെല്ല് ഇതൊക്കെ കളഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ല്. നമുക്ക് വഴി ഉണ്ടാക്കാന്നേ. ചെല്ല്. ഇപ്പൊ പ്രശ്നമല്ലേ, സോൾവ് ആയില്ലേ? പക്ഷേ ഈ പൈസ ഞാൻ സാലറി അഡ്വാൻസ് ആയിട്ട് കൂട്ടിക്കോ. ബാക്കി പറ്റുന്ന പോലെ തിരിച്ചു തന്നാൽ മതി. സലണ എന്തേ കാണിക്കണേ? സോറി, സന്തോഷം വന്നിട്ട്. സന്തോഷമൊക്കെ പിന്നെ. ഈ കിടപ്പ് ഭയങ്കര കമ്പിയ ആണോ? എന്നാ ഇത് അധികകാലം ഉണ്ടാവും തോന്നുന്നില്ല. അമേരിക്കയിലുള്ള അച്ഛൻ്റെ അനിയനും പിന്നെ ആദ്യത്തെ ഭാര്യയും മോളും ഒക്കെ ഇറ്റലിയിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവർ വന്നോട്ടെ, വന്നിട്ട് അവരങ്ങ് പൊക്കോട്ടെ. അവരങ്ങനെ വെറുതെ വരുന്നൊന്നുമല്ല. ഇവിടെ വന്ന് ഇതെല്ലാം പിടിച്ചെടുത്തിട്ട് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി വരുന്ന. 5 ലക്ഷം രൂപ കൊടുക്കാൻ മാത്രം അവൻ എന്ത് ജോലിയാ ചെയ്തേ? അത് ഞാൻ ശമ്പളത്തിൻ്റെ അഡ്വാൻസ് കൊടുത്തതാ. ഇസ്രായേലിൽ പോകുന്നതിന് മുമ്പ് അവൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. ഇതൊക്കെ അച്ഛനെ അറിഞ്ഞിട്ടാണോ? തമ്പിൻ പ്രശ്നമാകുമ്പോൾ എന്തെങ്കിലും അച്ഛനും അറിയുമല്ലോ. അപ്പോൾ ബന്ധുക്കളോ? ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവരെ അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെന്താ? എന്താന്ന് വെച്ചാൽ അച്ഛൻ ഈ ബന്ധുക്കളൊന്നും അത്ര ഇഷ്ടമല്ല. ഇപ്പോൾ ഈ പരാതി വന്ന ജോണി ചായനാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ ശത്രു. പക്ഷെ മരിച്ചത് അറിയിക്കണ്ടേ? ഞാൻ എപ്പോൾ ജോണി ചായനെ ഫോൺ വിളിച്ചാലും എന്നെ തെറി പറയുക ചെയ്യുക. പിന്നെ ഈ മരിച്ച കാര്യം ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞാൽ അവർ വേറെ കഥയുണ്ടാക്കും. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, മാഡം ഇവിടെ വന്ന് ഓരോന്നൊക്കെ ചോദിക്കും. ഇതൊരു മതിയായ കാരണമല്ലല്ലോ അവരെ വിളിക്കാതിരിക്കാൻ. എനിക്ക് പേടിയായതുകൊണ്ടാണ് മാഡം ഞാൻ വിളിക്കാതിരുന്നു. ശരി, അന്ന് സംഭവിച്ചതേ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. ഏത് മരിച്ച ദിവസത്തെ? അത് ഞാൻ പറഞ്ഞതല്ലായിരുന്നു മാഡം. ഇവിടെ പറ. അന്ന് ഞാൻ കുളിച്ചോണ്ടിരുന്നപ്പോഴാണ് അച്ചായൻ്റെ റൂമിൽ നിന്ന് ബസറിൻ്റെ സൗണ്ട് കേട്ടത്. അന്നേരം തന്നെ ഞാൻ താഴേക്ക് വന്നു. അന്നേരം തന്നെ എന്ന് പറഞ്ഞാൽ ഒരു 5-10 മിനിറ്റ്. ഡ്രസ്സ് മാറാനുള്ളൊരു സമയം എന്തായാലും എടുക്കുമല്ലോ. എന്നിട്ട്
അപ്പോൾ ഞാൻ താഴേക്ക് വന്നപ്പോൾ അച്ഛനിങ്ങനെ ആകെ വേർത്ത് ഇങ്ങനെ ഒക്കെ വേർത്ത് അപ്പം മരിച്ചിരുന്നോ? അല്ല, എനിക്ക് അപ്പം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ബില്ല് വന്നപ്പോഴാണ്. അപ്പൊ തൊട്ട് നോക്കിയില്ലേ? ഇല്ല. അപ്പൊ നേരത്തെ പറഞ്ഞു മുഖം തുടച്ചു കൊടുത്തു മറന്നോ? മുഖം തുടച്ചു കൊടുത്തിരുന്നു, പക്ഷെ മരിച്ചു എന്ന് എനിക്കിപ്പം മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഈ മുഖം തുടച്ചു കൊടുത്തപ്പോ ആളുടെ വായിന്ന് നൊരയും പദം വന്നിരുന്നോ? ഇല്ല. മുഖം തുടച്ചു കൊടുത്തതിന് ശേഷോ? ഇല്ല. അപ്പോ ബൽത്താസർ എന്നാണോ പറയുന്നതായിരിക്കും അല്ലേ? അവനിതൊന്നുമല്ല പറഞ്ഞ്. എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല മാഡം. ഓർമ്മയില്ല. ഈ അച്ചായൻ്റെ ബന്ധുക്കൾ വന്നപ്പോൾ എന്താ വീട്ടിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞേ? അതിപ്പം വീട് വൃത്തിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇവിടെ അലങ്കോലായി കിടക്കുന്നിടത്ത് താമസിക്കണ്ടെന്ന് വിചാരിച്ച റിസോർട്ടിൽ റൂം ബുക്ക് ചെയ്തു. ഇത്ര തിരക്കിട്ട് വീട് വൃത്തിയാക്കാൻ മാത്രം എന്തായിരുന്നു? ഈ 7-ൻ്റെ അന്ന് വീട് വെഞ്ചരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് വീട് വൃത്തിയാക്കിയത്. അല്ലാതെ തെളിവ് നശിപ്പിക്കാനൊന്നും അല്ല മാഡം. തെളിവോ? എന്ത് തെളിവ്? എന്തൊക്കെ തെളിവാണ് നശിപ്പിച്ചത് നീ വ്യക്തമായിട്ട് പറഞ്ഞോ? നീയാണ് എല്ലാ തെളിവും നശിപ്പിച്ചത് മാഡം പറഞ്ഞിട്ടുണ്ട്. സാറേ, ഒരു മനുഷ്യന് സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, അല്ല തന്നെ സാറേ. എല്ലാ മരണം പോലെയല്ലല്ലോ ഈ മരണം. നീ ഭക്ഷണം കൊടുത്ത് വന്നേരെ മേള് തട്ടിപ്പോയി. നിന്റെ സുഹൃത്തിന് എന്താ പണിയെന്ന് പറഞ്ഞു? സ്വർണ്ണം പണി. സ്വർണ്ണപ്പണിക്കാരനായ സുഹൃത്ത്. നീ അവൻ്റെ അടുത്താണ് സൈനൈഡ് വാങ്ങിയത്? അയ്യോ സാറേ, ഞാൻ വാങ്ങിയിട്ടില്ല സാറേ. ഓ, അപ്പൊ അവനറിയാണ്ട് മോട്ടിക്കായിരുന്നു. സാറേ, എന്തിനാ സാറേ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാറേ. എടാ, നിന്നെ മോൻ കണ്ടറിയാൻ നീയെ കൊന്നേക്കണേന്നുള്ളത്. നീ നടന്നത് കൃത്യമായിട്ട് ഇപ്പൊ പറഞ്ഞ് നിന്നെ ഞാൻ കൈവെക്കത്തില്ല. അതല്ല, ഫോറൻസിക് റിപ്പോർട്ട് വന്നിട്ടാണ് നീ സമ്മതിക്കണമെങ്കിൽ. പുന്നാര മോനെ, ഞാൻ സത്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല സാറേ. നിന്റെ ഇസ്രായേൽ പോക്കോടം വരെ ആദ്യം ഒന്ന് ഡൽഹി വരെ പോകണം. അവിടെ ഒരു ചെറിയ കോഴ്സ് ഉണ്ട്, തീർത്താ പോവാം. നിന്റെ പോക്ക് നടക്കുമെന്ന് തോന്നാനുള്ള ബൽത്താസറേ. ഇപ്പൊ നിന്നെ കസ്റ്റഡി എടുക്കുന്നില്ല. ഈ പരിസരത്തൊക്കെ തന്നെ കാണണം. നീ വിളിച്ചാ വിളിപ്പുറത്തുണ്ടാവണം, കേട്ടറാ? മാഡത്തിന് ക്വസ്റ്റ്യൻ കഴിഞ്ഞോടോ? ഇല്ല സാർ, നടക്കുന്നു.